രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും. രാവിലെ 11 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുൻപ് ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാനായിരിക്കും സർക്കാർ നീക്കം. ആദായ നികുതി ഇളവുകൾ, ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾക്കും കർഷകർക്കുമുള്ള സഹായമടക്കം ബജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത. വിഷ്ണു തലവൂരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിഷ്ണു, രാജ്യം ഉറ്റുനോക്കുന്ന ഏറെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന ഒരു കേന്ദ്ര ബജറ്റ് അവതരണം, രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരണം, എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? ഇങ്ങനെയൊക്കെയാണ്. കീർത്തി, തീർച്ചയായിട്ടും രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ് ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുക. രാവിലെ 11 മണിയോടുകൂടി ബജറ്റ് അവതരണം ആരംഭിക്കും. പക്ഷേ ഇത് ഇടക്കാല ബജറ്റ് മാത്രമാണ് അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതിൽ 6 പ്രഖ്യാപനങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ക്ഷേമ ചെലവുകൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ചില നടപടികൾ ഉണ്ടാകും. 2025-26 സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി GDPയുടെ 4.5% കുറയ്ക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിന് ഉതകുന്ന തലത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇന്ന് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കുമെന്നതാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ നികുതി കുറയ്ക്കുക, കൃഷിക്കും ഗ്രാമീണ മേഖലയ്ക്കും പിന്തുണ നൽകുക തുടങ്ങിയ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതികൂല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതം, പണപ്പെരുപ്പം എന്നിവ മറികടക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റൊരു പ്രഖ്യാപനം നമ്മൾ കാത്തിരിക്കുന്നത് ഡിജിറ്റലൈസ്ഡ് ഇന്ത്യ, ഗ്രീൻ ഹൈഡ്രജൻ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക പദ്ധതികൾ ഇന്ന് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഭക്ഷ്യ വളം സബ്സിഡികൾക്ക് ഏകദേശം 4 ട്രില്യൺ രൂപ അനുവദിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ചില പ്രഖ്യാപനങ്ങളായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ചെലവ് കുറഞ്ഞ ഭവന പദ്ധതികൾക്കുള്ള പണം സർക്കാർ 15%-ലധികം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് പുറമെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓഹരി വിറ്റഴിക്കലുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നതാണ്. അതായത് 510 ബില്യൺ രൂപ സമാഹരിക്കാനുള്ള ചില പദ്ധതികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം 510 ബില്യൺ സമാഹരിക്കുന്നതിന് വേണ്ടി ചില ഓഹരികൾ വിറ്റഴിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണയും ഉണ്ടാകും എന്നതാണ് കരുതപ്പെടുന്നത്. എന്തായാലും മോദി സർക്കാരിനെ സംബന്ധിച്ച് ഈ ഒരു ബജറ്റ് എന്ന് പറയുന്നത് ഇടക്കാല ബജറ്റ് ആണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നിലവിലത്തെ രാജ്യത്തെ ഒരു സാമ്പത്തിക അവസ്ഥ വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത് മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ഇനി അധിക സമയമില്ല തെരഞ്ഞെടുപ്പ് വരാൻ. അതുകൊണ്ട് തന്നെ പല വിഭാഗങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് കർഷകരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ഇടത്തരക്കാരെയും ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നതാണ് ചില സൂചനകൾ പുറത്തു വരുന്നത്. അതിൽ PM കിസാൻ സമ്മാൻ നിധി വഴിയുള്ള ധനസഹായം 6000 രൂപയിൽ നിന്ന് 9000 രൂപയാക്കി ഉയർത്തിയേക്കുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പദ്ധതികൾ, അതായത് ഭവന പദ്ധതി, ജൽജീവൻ മിഷൻ, വിശ്വകർമ്മ യോജന എന്നീ പദ്ധതികൾക്ക് കൂടുതൽ തുക അനുവദിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് വിശ്വകർമ്മ പദ്ധതിയൊക്കെ ഈ ഒരു അടുത്ത കാലത്ത് പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ വിശ്വകർമ്മ പദ്ധതിക്കടക്കം ഇത്തരത്തിൽ ഒരു കൂടുതൽ തുക അനുവദിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ നിലവിൽ കാണുന്നുണ്ട്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഓഹരി വിറ്റഴിക്കാനുള്ള ചില പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മോദി സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഒരു ഇപ്പോൾ രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്കെന്ന് പറയുന്നത് അത് അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ ആ
തൊഴിലില്ലായ്മ നിരക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ നയപ്രഖ്യാപനത്തിൽ പോലും ഒന്നും പറഞ്ഞില്ല എന്നതാണ് ഒരു വസ്തുത. ഇന്നലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ഏകദേശം 32 പേജ് വരുന്ന നയപ്രഖ്യാപനമായിരുന്നു ഇന്നലെ രാഷ്ട്രപതി അവതരിപ്പിച്ചത്. പക്ഷേ ഈ 32 പേജുള്ള നയപ്രഖ്യാപനത്തിൽ തൊഴിലാളി എന്നൊരു വാക്ക് പോലും ആ ഒരു നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്തായാലും ആ തൊഴിലില്ലായ്മയെ മറികടക്കാനുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതിൽ നമ്മൾ പ്രധാനമായി ചൂണ്ടിക്കാട്ടേണ്ടത് മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ വലിയ ചില വാഗ്ദാനങ്ങൾ അത് ഈ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട നൽകിയിരുന്നു. യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള പല പദ്ധതികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഇതുവരെ ഒരു ഫലം കാണാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന ഒരു പ്രഖ്യാപനം പോലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇതുവരെ നടപ്പായിട്ടില്ല എന്നതാണ് വസ്തുത. നിലവിൽ രാജ്യത്തെ ഒരു തൊഴിലില്ലായ്മ നിരക്കെന്ന് പറയുന്നത് 7.09% നിന്ന് 10.05% ഉയർന്നിട്ടുണ്ട്. അതിൽ തന്നെ ഗ്രാമീണ മേഖലയിലെ ഒരു തൊഴിലില്ലായ്മ നിരക്കെന്ന് പറയുന്നത് 6.2% നിന്ന് 10.28% ഉയർന്നിട്ടുള്ളത്. അപ്പോൾ രാജ്യത്ത് ഇത്രത്തോളം വലിയൊരു തൊഴിലില്ലായ്മ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ബജറ്റിൽ ഇവരെയൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് യുവാക്കൾ, കർഷകർ, പിന്നാക്ക വിഭാഗം, അതോടൊപ്പം തന്നെ മധ്യവർഗം, ഇവരെയൊക്കെ തന്നെ മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അതോടൊപ്പം തന്നെയാണ് ഒരു GDP, അതായത് ധനക്കമ്മി GDPയുടെ 4.5% ചില പ്രഖ്യാപനങ്ങൾ കൂടി ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നാണ് കരുതുന്നത്. കീർത്തി. ശരി, വിഷ്ണുവാണ് കൂടുതൽ വിവരങ്ങൾ.